മോശപ്പെട്ടവരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു വണ്ടി, ഒരു സത്യത്തിൽ ഒരു നഫ്സിനെ ഗാരേജ് കയറ്റലാണല്ലോ റമളാൻ. ഒരു നഫ്സിനെ ഗാരേജ് കയറ്റലാണല്ലോ റമളാൻ. എന്ത് അതിനൊന്ന് അതിൻ്റെ ടെക്നിക്സൊക്കെ അറിയുന്ന എന്താ പറയുക, ഒരാളടുത്ത് കയറ്റി പരിശോധിച്ച് ക്ലിയറാക്കി സർട്ടിഫിക്കറ്റ് പുതിയ മാറ്റി വിരിച്ച് തന്നു. ഇപ്പം നമ്മളെ വണ്ടി 5000 കിലോമീറ്റർ ഓടി. 5000 കിലോമീറ്റർ ഓടിയാൽ ഒന്ന് ഗാരേജ് കയറ്റുക എന്നത് വണ്ടിൻ്റെ ഒരു ശൈലിയിൽപ്പെട്ടത്. അതേസമയത്ത് ഈ 5000 കിലോമീറ്റർ നമ്മൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമാണ് ഓടിയിട്ടുള്ളൂ. അതിനിടയിലുള്ള പല സാധനങ്ങളും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ലൈനർ മാറ്റി, മറ്റത് മാറ്റി, മുറിച്ച് മാറ്റി, ഒക്കെ മാറ്റി, വണ്ടി ടയർ മാറ്റി, എല്ലാം മാറ്റിയിട്ടുണ്ട് ഈ 5000-നും. അതേസമയത്ത് 5000 കിലോമീറ്റർ ആകുമ്പോൾ ഒന്ന് കമ്പനിയുടെ ഷോറൂമിൽ എത്തിക്കുക എന്നുള്ളത് കമ്പനിയുടെ സിസ്റ്റത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അത് 5000, 10000, 15000 അതിങ്ങനെ കൃത്യമാക്കുക. അപ്പോൾ ഇനി വണ്ടി വിൽക്കണമെങ്കിലും ഇത് കൃത്യമാക്കിയാൽ മാത്രമേ വണ്ടിയോടെ വിൽക്കാൻ പറ്റുള്ളൂ. ഇന്നപ്പോഴേ നല്ല വില കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 4999 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വണ്ടി ഷോറൂമിൽ, കമ്പനിയുടെ ഷോറൂമിലേക്ക് കൊടുത്തേക്കും. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും, അല്ലെങ്കിൽ ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തേക്കും. എന്താ നമ്മളെ മനസ്സിലുള്ളത്? എന്താ മനസ്സിലുള്ളത്? എന്താണ് മനസ്സിലുള്ളത്? എന്താ മനസ്സിലുള്ളത്? എന്താ മനസ്സിലുള്ളത്? അതിലൊന്നും മാറ്റല്ല, ഒക്കെ പുതിയതാണ്. പിന്നപ്പം 5000 കിലോമീറ്ററിലൊന്ന് കമ്പനിൻ്റെ ഷോറൂമിൽ കാണിച്ച് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുക എന്നുള്ളത് നിർബന്ധമല്ലേ? അതുകൊണ്ട് ഇപ്പോൾ കൊണ്ടുപോയി കൊടുക്ക് ജാബിറെ, എൻ്റെ വണ്ടി കൊണ്ടിറക്കണം ജാബിറ. അപ്പോൾ ജാബിറോട് ഞാൻ പറഞ്ഞു, ജാബിറെ ഇതിൽ പനക്കറിയാലോ എല്ലാം നമ്മൾ മാറ്റിയതാണ്. കിരികിരി കേൾക്കുമ്പോഴത്തേന് നമ്മൾ അത് മാറ്റി, ഇത് മാറ്റി, മറ്റേത് സ്റ്റെയറിങ്ങിൻ്റെ മറ്റേ എന്താ പറയുക, എല്ലാ സാധനം മാറ്റിയിട്ടുണ്ട്. എല്ലാ ലൈനറും കുയിനറും ഒക്കെ മാറ്റിയിട്ടുണ്ട്. അലൈൻമെൻ്റൊക്കെ 100 വട്ടം ചെക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കവിഷൻ പുക നമ്മൾ 6 മാസമല്ല, ഈ ഓരോ മാസം പുകയൊക്കെയുണ്ട്. എല്ലാം ക്ലിയറാണ്. എന്നാലും ഉണ്ടല്ലോ എന്ത് കമ്പനിയിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് ഇട്ടുണ്ടോ 5000 അപ്പോൾ ഒന്ന് കൊണ്ടുപോയി കൊടുക്ക്. ഇത് രാവിലെ കൊണ്ടുപോയിട്ട് ഇതിന് പണിയൊന്നുമില്ല, നിങ്ങളൊന്ന് നോക്കിയാണ്ട് ക്ലിയറാക്കി, നിങ്ങൾക്ക് എന്താ തരേണ്ടത് അത് തരാം, നിങ്ങൾ പെട്ടെന്ന് വണ്ടി വിട്ടുതരാം. എന്നാൽ ഓല് വണ്ടി വേഗം വിട്ടുതരും. എന്തുകൊണ്ട്? ഇതിലൊന്നും മാറ്റാനില്ല എന്നുള്ളത് കമ്പ്യൂട്ടർ കയറിച്ചാൽ അറിയാലോ. പിന്നെന്തിനാ നമ്മൾ? പക്ഷേ നിർബന്ധ സാഹചര്യത്തിൽ അവിടെ കൊണ്ടിടക്കല്ല, നിർവാഹമില്ലല്ലോ എന്ന നിലക്കാണ് നമ്മൾ വണ്ടി കമ്പനി ഷോറൂമിലേക്ക് 5000 കിലോമീറ്റർ ആകുമ്പോൾ കൊടുത്തേക്കുന്നത്. വേറൊരു തണ്ട് ഓൻ്റെ വണ്ടി 5000 തന്നെ കയറ്റിയിട്ടില്ല, ഇപ്പം 15000 ഒന്നോട്ട് മാറ്റിയിട്ടില്ല. കിരികിരിൻ്റെ എല്ലാ കിരികിരിയും കഴിഞ്ഞിട്ട് ഇപ്പം ചെവി കൊട്ടിയടക്കണ കിരികിരി ആയതുകൊണ്ട് പിന്നെ അതൊന്നൊരു ഏർപ്പാടായി മാറി. അപ്പോൾ ഈ 15000-നും 20000-നും ആദ്യമായി കൊടുത്തേക്കുന്ന എൻ്റെ മനസ്സിലെന്താണുള്ളത്? ഇതിൻ്റെ കാര്യം പോക്ക. മിക്കവാറും എന്താ ഞാൻ അങ്ങനെയാണ് വണ്ടിയെങ്കിൽ എന്താ ഞാൻ ജാബിറിനോട് പറയാം, ജാബിറെ ആ വണ്ടി വാങ്ങണ പൈസ മിക്കവാറും ഷോറൂമിൽ കൊടുക്കേണ്ടി വരും. അപ്പം എന്തായാലും കൊണ്ടുപോക്ക്, ഇന്നും നാളെയൊന്നും കിട്ടൂല, ഉറപ്പായിട്ടും കിട്ടൂല. നമുക്ക് ഏതായാലും വേറെ തന്നെ വണ്ടി എടുത്ത് ഓടാം, അടുത്ത തിങ്കളാഴ്ച വരെ നമുക്ക് കൊണ്ടേ കൂടെ എന്ന് മൂപ്പരോടൊന്ന് ചോദിച്ചാളാ എന്നാ പറയാം. കാരണം ഒരാഴ്ച മുഴുവൻ അവിടെ നിർത്തി കൊടുക്കേണ്ടി വരും. ആജാതി മിസ്റ്റേക്കാണ് ഈ വണ്ടിക്കുള്ളതെന്നാണല്ലോ അവൻ്റെ വിശ്വാസം. ആണോ? അല്ലേ? ആണ്. ഇപ്പം നമ്മൾ റമദാൻ വരാൻ നിൽക്കുക, നമ്മൾ നല്ലവരല്ലേ? നമ്മൾ നല്ലവരാണല്ലോ. പിന്നെ ഇപ്പം എന്ത്, ഈ ഗാരേജ് നമ്മൾ കയറ്റൽ നിർബന്ധമായതുകൊണ്ട് കയറ്റാണ്. അല്ല അവൻ്റെ ആണോ? അല്ലേ? നേരെ മറിച്ചൊരു മോശപ്പെട്ട വ്യക്തിയാണ് എന്ന് ഞാൻ താൻ തന്നെ അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് റമളാൻ അത് ഗൗരവം തന്നെയാണ്. എന്തുകൊണ്ട്? ഇത് കഴിഞ്ഞ റമളാൻ തന്നെ വേണ്ട മാതിരി ആയിട്ടില്ല, ഈ റമളാനിലെങ്കിലും പിടിക്കണം. റമളാൻ ആകുമ്പോൾ കച്ചവടം നിർത്തുന്ന ആളുകളെ എനിക്കറിയും. കച്ചവടം തന്നെ നിർത്തും, റമളാനിലാവൂല, കച്ചവടം തന്നെ വേണ്ട. റമളാനിൽ തൻ്റെ തൊഴിലിൽ നിന്ന് 1 മാസം ലീവ് എടുക്കുന്ന ആളെ എനിക്കറിയും. ഒന്ന് ഒരുങ്ങണം, ഇക്കൊല്ലത്തെ റമളാനിൽ റബ്ബിനെ കിട്ടണം.
ആ വ്യക്തിയുടെ മനസ്സെന്താ പറയാം, ആ വ്യക്തി അങ്ങനത്തെ ഒരു വ്യക്തി, അതൊരു നീർച്ചക്കടായിട്ടല്ല, ഞാൻ അതും നാശാവും, അതൊരു നീർച്ചക്കടായിട്ടല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ അറിഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ റബ്ബിനെ കിട്ടണം. അതായത് കിട്ടണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കിട്ടണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതെ, അങ്ങനെ ചങ്ങായി, പെണ്ണുങ്ങളെ മേലെ പെണ്ണുങ്ങളുള്ള ഞാൻ ഒരു പെണ്ണ് കിട്ടണം എന്ന് പറഞ്ഞാൽ അതിന് മൈനല്ലല്ലോ. ഒരു പെണ്ണിനെ കിട്ടണം എന്ന് പറഞ്ഞാൽ പെണ്ണ് കെട്ടിയിട്ടില്ല, അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞത് തലക്ക് കയറ്റി. എനിക്ക് എൻ്റെ റബ്ബിനെ കിട്ടണം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവന് ഉറപ്പുണ്ട് എൻ്റെ കൂടെ റബ്ബ് ഇല്ല, അപ്പം റബ്ബിന് ആവശ്യമുണ്ട്. ഒരു കമ്മില്ലാതെ എല്ലാ ടയറും മറ്റതും മറിച്ചവും ബ്രേക്കും എല്ലാം 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 ക്ലിയറായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു കമ്പനിയിലാണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുതി കൊടുത്തു. അപ്പോൾ അത് എൻ്റെ കമ്പനിൻ്റെ ചാർട്ടിൽ എഴുതി കയറ്റി. ഇനി പിന്നെ എന്ത് ചെയ്യും, യൂസ്ഡ് കാറിൻ്റെ കൂട്ടത്തിലേക്ക് ഈ കാറ് കൊടുത്തേക്കാണെങ്കിൽ എന്താ പറയുക, ഇത് 100% ഈ കാർ. മനസ്സിലായ? അങ്ങനെയല്ലേ? അതേ സമയത്ത് വേണ്ടത്ര പണി എടുപ്പിച്ചിട്ടുമില്ല, കമ്പനിക്കും കൊടുത്തയച്ചിട്ടില്ല. എന്തോ സാധനം പൊളിഞ്ഞ് തല പൊളിയുമ്പോൾ മാറ്റിയതേ ഉള്ളൂ. അങ്ങനത്തെ ഒരുത്തൻ്റെ കാറ് വിൽക്കാൻ കൊടുത്തേക്കുമ്പോൾ എന്താ പറയുക, മാർക്കറ്റിൽ ഇത് 1,00,000 കിലോമീറ്റർ ഓടിയതിന് 7-8 ഒക്കെ ഉണ്ടെന്നാണ് കേൾക്കണത്. നമ്മളിനി ഒരു 4 വരെ കിട്ടൂല. എന്തുകൊണ്ട്? ഇതൊരൊറ്റ വട്ടം ഓടിച്ചു നോക്കിയാൽ അറിയാത്ത പൊളിയാണ്. മനസ്സിലായോ പറഞ്ഞത്? നമ്മളെപ്പോലത്തെ ഒരു മനസ്സിലെ ധാരണ നമ്മളെല്ലാവരും നല്ലവരാണെന്ന്. അപ്പോൾ നമ്മളെ ചതിച്ചു. ആര് ചതിച്ചു? ഇബ്ലീസ് ചതിച്ചു. അത് വളരെ തലക്ക് ചിന്തിക്കണം, ഭയങ്കര വളരെ വളരെ ചിന്തിക്കണം. മനുഷ്യൻ ഇവിടെയൊക്കെ തോറ്റുപോവുക, തോൽക്കന്നെയും. അമലിൽ മേഞ്ഞ് നടക്കുകയാണെങ്കിലും നഫ്സിനെ നിയന്ത്രിച്ചാളാ. വല്ലാതെ അമലിൽ മേയാൻ വിടണ്ട. എവിടെ ഉണ്ട് ഈ വരി? മുർദയിലുണ്ട്. നീ നഫ്സിനെ നിയന്ത്രിക്ക്. വഹിയ ആ നഫ്സ് ഫിൽ അഅമാലി സായിമ, അമലിൽ മേഞ്ഞ് നടക്കുകയാണെങ്കിലും നിയന്ത്രിച്ചാളാ. വല്ലാതെ അമൽ ചെയ്യണ്ട, കുറച്ച് ഉറങ്ങിക്കോ. കാരണം കൂടുതൽ അമൽ ചെയ്താൽ നിനക്കെന്ത് വരും? റുജുബ് വരും, ഒരാശ്ചര്യം. ഇങ്ങനെയൊന്നും അമൽ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? മൊല്ലാക്കാൻ്റെ അടുത്തൊക്കെ ഒരാൾ വെള്ളം ഊതി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ നിനക്ക് പുച്ഛം തോന്നും. ആ മൊല്ലാക്കൊക്കെ പള്ളിയിൽ വരെ മൂല്യത കൊത്തു പോകുമ്പോൾ ഇരുന്നുറങ്ങണ പണി അയാൾക്ക്. എനിക്ക് അള്ളാ നല്ലാത്തൊരു പണിയില്ല തന്നെ. അപ്പോൾ ഓനും ആ സോക്കട് മാറാൻ നല്ലത് മൊല്ലാക്ക വന്നിരിക്കല്ല, പറയാ ഞാൻ വന്നിരിക്കുക. പക്ഷെ പോയത്തക്കാർ എൻ്റെ വലിപ്പത്തര ഓൽക്ക് അറിയില്ല. ഇപ്പം ജാരായി, ഇപ്പം ജാരായി. അന ഖൈറുമിന്നു, ഇപ്പം ജാരായി. അന ഖൈറുമിന്നുലെത്തിയാൽ ഇപ്പം ജാരായി. പറയുടെ ചങ്ങ ജാരായി. ഇബ്ലീസ് വളരെ തല കൊടുത്തിട്ട് ചിന്തിക്കണം. ആരും വഞ്ചിതരാണ്, നമ്മൾ വഞ്ചിതരാണ്. ഇന്ന ശൈത്വാന അദുവ്വുൻ ലക്കും ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. ഇന്ന ശൈത്വാന, ആ ആയത്ത് മൊത്തം ഞാൻ 2 ആയത്ത് അർത്ഥം വെച്ചുതരാം. എൻ്റെ ചർച്ച